അല്ല വിപിനെ, സാധാരണ മാരുതിയുടെ വണ്ടികൾ നമ്മൾ പപ്പടം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഇപ്പൊ ബലേനോന് ഞാനൊക്കെ കളിയാക്കിയിട്ട് ബലമേനോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമാശക്ക് പറയാറുണ്ട്. പക്ഷെ ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. 5 സ്റ്റാർ സേഫ്റ്റി അർജുന കാലം ഒരുപാട് മാറി, നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു മാറ്റം തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല, കുറച്ച് വർഷങ്ങളായിട്ട് മാരുതി ഇതിന്റെ സേഫ്റ്റി ഇംപ്രൂവ് വേണ്ടി നടക്കുക. ശരിക്കും അതൊരു മാറ്റം തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ബലീനോ എന്നാണ് സ്റ്റാർട്ടിങ് ഫേസ് ലിഫ്റ്റ് ആയിട്ട് ബലീനോയിൽ അത് ശരിക്കും ഷോൾഡറും കുറഞ്ഞിട്ടുണ്ട് ഉള്ളിൽ. അതിന്റെ കാരണം സൈഡിലെ പില്ലർ കുറച്ച് സ്ട്രെങ്ത് ആക്കാൻ വേണ്ടി അവർ കർവ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പില്ലർ സ്ട്രെങ്ത് ആയി അതിന് സൈസ് കൂടി ഇപ്പൊ കുറച്ച് ഷോൾഡറും കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും നോക്കിയാൽ മാരുതിയുടെ രണ്ടാമത്തെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വണ്ടിയാണ് നമ്മുടെ വിക്ടോറിയസ്. ആദ്യത്തെ ഡിസയർ ആയിരുന്നു. ഡിസയർ ആണ് ആദ്യമായിട്ട് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടി. അതിനുശേഷം വിക്ടോറിയസിന് കിട്ടി. ഇപ്പൊ ഇൻവിക്ടോയ്ക്കും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഇൻവിക്ടോന്റെ ഒരു കാര്യം നമ്മൾ എടുത്തു നോക്കുക, അത് നമ്മുടെ ടൊയോട്ടയുടെ നമ്മുടെ ഹൈക്രോസിന്റെ സെയിം പ്ലാറ്റ്ഫോമിലുള്ള സെയിം വണ്ടി തന്നെയാണ് ആ സാധനം വരുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു വണ്ടിക്ക് എടുത്താൽ പോലും ഇത് എന്തിനാ ഇത് രണ്ടാമത് വീണ്ടും? ശരിക്കും എന്താ വെച്ചാൽ മാരുതി ഒരു സേഫ്റ്റിന്റെ കുറച്ചുകൂടി ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. 3 യൂണിറ്റ്സ് ആണ് അവർ അയച്ചിട്ടുള്ളത് ഇതിന്റെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ അയച്ചിട്ടാണ് ശരിക്കും ടെസ്റ്റ് ചെയ്ത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഹൈക്രോസിനുള്ളതുകൊണ്ട് ഇതിന് വേണ്ടിയിരുന്നില്ല, പക്ഷെ അവർ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് വിക്ടോറിയസിന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വിക്ടോറിയസ് ഓവറോൾ സേഫ്റ്റിയിൽ നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലാണ് ഇന്ത്യയുള്ളത്. ടോപ്പ് 10 സേഫ്റ്റി കാർസിൽ നോക്കി കഴിഞ്ഞാൽ റേറ്റിംഗിൽ നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലാണ്. മറ്റ് പല മാനുഫാക്ചർ നമ്മൾ ഭയങ്കര സേഫ്റ്റി എന്ന് പറഞ്ഞ വാഹനങ്ങളൊക്കെ കൂടുതൽ സേഫ്റ്റി ശരിക്കും വിക്ടോറിയസിനുണ്ട്. പക്ഷെ അത് ആളുകൾക്ക് എത്രമാത്രം അറിയണമെന്ന് അറിയില്ല. പക്ഷെ ശരിക്കും ഇതിന്റെ ഒരു തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് മാരുതിന്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ ഇനിയിപ്പോ ശരിക്കും മാരുതിന്റെ പപ്പടം എന്ന് പറഞ്ഞ് കളിയാക്കാൻ പറ്റില്ല. ഇനി വരാൻ പോകുന്ന വണ്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അതെ, ഇപ്പോൾ ഉള്ള വണ്ടികൾ അവർ കുറെ കൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചർ വരുന്ന വണ്ടികളാണ് ശരിക്കും സേഫ്റ്റിക്ക് ഇംപ്രൂവ്മെന്റ് കൊടുത്തിട്ടാണ് ശരിക്കും വരാൻ പോകുന്നത്. അടിപൊളി. സോ ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒന്ന് കമന്റ് ചെയ്ത് വെക്കോ അല്ലേ? യെസ്.